ഹായ് ഹലോ ഹലോ ഗൈസ് ഹലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഈ എല്ലാവരും ഒരുങ്ങി കെട്ടി എങ്ങോട്ടായിരിക്കും പോകണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇവർ ഡെയിലി ഇത് തന്നെ ഇവർക്ക് ജോലി എന്നായിരിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ സ്പോർട്ടി പാർക്കിൽ പോവുകയാണ്. പോണ വഴിക്ക് ഇത് അടിപൊളി ചായയും കടിയൊക്കെ തിന്ന് കോടിച്ച് മതോമത്തനായി കുറച്ച് മേടിച്ചുകൊണ്ട് ഇപ്പം ഈ പോണത് എൻ്റെ അമ്മേരെ വീട്ടിലേക്കാണ്. അതായത് എൻ്റെ അമ്മായിയമ്മേരെ വീട്ടിലേക്ക്. അവിടെ നാത്തൂമാരൊക്കെ ഉണ്ട്. പോണ വഴിക്ക് കൊച്ചുങ്ങളെയും കൂടെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് നേരെ പോയി. അവിടെ പോയി അമ്മാമ്മേനെ കണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മളത് പാങ്ങോടുള്ള നമ്മളെ സ്പോർട്ടി പാർക്കിലേക്ക് നമ്മളത് എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്പോർട്ടി പാർക്ക്. ഇത് വന്നിട്ട് കുറേ മാസമായി, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. സ്പോർട്ടി പാർക്ക് കംപ്ലീറ്റ് ഫാമിലി, ഇപ്പം സത്യമായിട്ട് കംപ്ലീറ്റ് ഫാമിലി പാർക്ക് തന്നെ ആയിരുന്നു. ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കുറച്ച് നാളെ അറിഞ്ഞിട്ട്, പക്ഷേ നമ്മളിതുവരെ ഇതിലൂടെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നു. ചില കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് മൈക്കെടുത്ത് ഓൺ വോയിസ് ഇട്ടെങ്കിലും, പക്ഷേ ചില കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരണതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഡയറക്റ്റായിട്ട് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ അമ്മേനെ വളിച്ച കോമഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ, നിങ്ങൾക്ക് കാണാമായിരുന്നു, അല്ല സോറി കേൾക്കായിരുന്നു. പക്ഷേ ഇതാണ് വിഷയം. ചില വീഡിയോസ് ഞാനിപ്പോൾ ഇടയ്ക്കിട്ടൊരു വീഡിയോ പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന് പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ഒരു ലോങ് വീഡിയോ കഷ്ടപ്പെട്ട് ഇത് കണക്കിരുന്ന് വോയിസ് ഓവർ ചെയ്തതായിരുന്നു. എന്താണ് റീസൺ എന്നറിയാൻ വയ്യ. അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മൾ പോയിന്റ് എത്തി. ഏട്ടൻ എന്തോ കാറ് നമ്മളെ കാറാണതുകൊണ്ട് ആ ബേക്കിലോട്ട് ഇടുന്ന് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യം നന്ദനയും കൊച്ചും അങ്ങനെ കയറി പോയായിരുന്നു. പിന്നീട് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഏട്ടനെ കൊണ്ട് വരാൻ വേണ്ടി കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. നമ്മുടെ കാർ തോണ്ട കണ്ടേ കിയ കിടക്കുന്നു. ഇനി ഏട്ടനോട് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ എൻ്റെ മൂത്ത സന്തതി ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ്, പിന്നെ വെച്ചാൽ എന്താ പറയുക, ഒരു ഫാമിലിക്ക് ഫുൾ ഇതിനകത്തൊന്ന് പെട്ട് കഴിഞ്ഞാൽ കുറേ സമയങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ഗെയിംസും വലിയവർക്കായാലും ടർഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്രിക്കറ്റ് നമ്മൾ വന്നപ്പോൾ കുറേ പേര് ക്രിക്കറ്റ് കളിക്കായിരുന്നു കേട്ടോ. അതിനകത്ത് ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. വലിയവർക്കും കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എൻ്റെ മാരൻ വരികയാണ് കേട്ടോ അവിടെ നിന്ന് താഴെന്ന്. ഇപ്പം എവിടെ പോയാലും കൂടുതലും ഇപ്പം എൻ്റെ വീഡിയോസിൽ ഏട്ടൻ ബ്ലാക്കും കൊണ്ടിട്ട് എല്ലാവരും കാണാറ് പതിവ്. കാരണം ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം കൂടുതലും ബ്ലാക്കാണ് ഇടുക. എന്താണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ നമ്മളിതാ എത്തി. അവിടെ തൊട്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറയുന്നു ഇവർക്ക് എപ്പോഴും ഇവിടെ വരാമെന്ന്. പക്ഷേ അവർക്കിതൊരു മാറ്റം കാണൂലായിരിക്കും. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഓരോന്നിനും ഓരോ റേറ്റ്. പക്ഷേ 50 രൂപയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഫാമിലിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോന്നിനും ഓരോ ചെറിയ എമൗണ്ടിലാണ്, 50, 25, 100 അങ്ങനെയാണ്. പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. വോളിബോളുണ്ട്, ക്രിക്കറ്റുണ്ട്, ക്യാരംസ് ഉണ്ട്, ഇതൊക്കെ എന്തോന്നാ ഇതൊന്നും പേരെനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഫൂസ് ബോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരമുണ്ട്. അങ്ങനെ കുറേ ഗെയിമുകളുണ്ട്. കുറേ നേരം അങ്ങ് പോകും സത്യം പറഞ്ഞാൽ. പിന്നെ വേണ്ട ഇത് ഒരാൾക്ക് പേടിയായിരുന്നു ഇത് കാല് വയ്ക്കാനായിട്ട്. പിന്നെ ഇവൾക്ക് എങ്ങനെയൊക്കെ ധൈര്യം വന്ന് കയറിയെങ്കിലും അവസാനം പൈസ കൊടുത്ത് ഇത് അടച്ചതിന് ശേഷം ഇവൾക്കും പേടി. പിന്നെ കാലൊക്കെ പിടിച്ച് പ്രസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ് വന്നത്. പിന്നെ ഇതിനിടെ പറയുന്നുണ്ട് എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്നൊക്കെ. ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഫേയൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ബുദ്ധിപരമായിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു. നമ്മൾ പക്ഷേ ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്. അത് വലിയവർക്കായിട്ടുള്ളൊരു നമ്മളത് പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അതിന് നേരത്തെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണം. അതിന് പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടേ വരാൻ പറ്റുള്ളൂ. അതെന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പിന്നെ കൊച്ചുങ്ങൾക്ക് പിന്നെ JCB, കാറ്, ബൈക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ തുച്ഛമായ റേറ്റിലേ ഉള്ളൂ. നമുക്ക് 1 മണിക്കൂർ 1/2 മണിക്കൂറിനെ കണ്ടേക്കാണ് ഇതിന് സ്പെൻഡ് ചെയ്യാനുള്ളത്. ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് എല്ലാം ഇവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ദൈവം സഹായിച്ചും. അതുകൊണ്ട് നമുക്ക് ഇവരെ കൊണ്ട് ഒരുപാട്, ഇപ്പം നമുക്ക് തന്നെ ട്രിവാൻഡ്രത്തായാലും കൊല്ലത്തായാലും ഒക്കെ പോകണമെങ്കിൽ കുറച്ച് ലോങ്ങാണ്. പക്ഷേ ഇത്
അത്ര അടുത്തായിരുന്നിട്ട് പോലും നമ്മൾ വന്നില്ലല്ലോ എന്നാണ് നമ്മളിപ്പോഴത്തെ വിഷമം. നല്ല അടിപൊളി ഫിഷും വലുതും ചെറുതും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറുതിൻ്റെ സെക്ഷനാണ്, വലുത് അപ്പുറത്താണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് കിടന്ന് ഓടുന്നുണ്ടോ, ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇതുവരെ ഈ സാധനത്തിനെ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു വാല് നീണ്ടൊരു സാധനം, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കൊള്ളാം. കുട്ടികൾ ഭയങ്കരമായിട്ടങ്ങ് എക്സ്പ്ലോർ ചെയ്തു. അവർ പിന്നെ കിട്ടിയ ചാൻസ് ഇല്ല, അവർ ചാടി മറിഞ്ഞ് വിയർത്ത് കുളിച്ച് പിന്നെ അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ടൊക്കെയാണ് വരേണ്ടി വന്നത്. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അവർക്ക് കളിച്ച് എന്തായാലും ക്ഷീണം മാറി, കളിക്കാതിരുന്നതിൻ്റെ ക്ഷീണം എന്തായാലും കളിച്ച് മാറി. അതാണ് സത്യം പറയാനുള്ളത്. പിന്നെ ഞാനും കുറച്ച് നേരം എത്തി കളിച്ച് ഊഞ്ഞാലൊക്കെ ആടി. വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, ഇപ്പോൾ വരും അത്. ഇപ്പോൾ അത് ഏതായാലും ഒരു കറങ്ങണ സാധനം, ദാണ്ടിത്, അതിലും ഞാൻ കയറി. നമ്മളും കൊച്ചു പിള്ളേരെ കണക്കാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൊള്ളാം, ഇതുവരെ ഉള്ളൂ. പക്ഷെ മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കൊച്ചിനെ കളിക്കാനൊക്കെ ഒരുപാട്. നിങ്ങളാരും തെറ്റിദ്ധരിക്കില്ല, ഇതിൽ കയറാനുള്ളൊരു കൊതിയോടാണ്. പണ്ട് ഞാൻ കയറിയ ഓർമ്മയൊന്നും എനിക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ അപ്പം തന്നെ ഏട്ടൻ വന്ന് തന്നെ അടിച്ചിറക്കി. പിന്നെ ഇവരെ കയറ്റിയിരുത്തി. പിന്നെ ഇവർ മൂന്നും കൂടെ കറങ്ങലായിരുന്നു കേട്ടോ. ഇവർക്ക് എത്ര മറിഞ്ഞിട്ട് ക്ഷീണിക്കുന്നില്ലെന്നാണ്. കിടന്ന് ചാടി ഞാൻ പറഞ്ഞ ആയിട്ട് സോപ്പി ഇതിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നേരത്തെ ബുക്ക് ചെയ്യാണ്. ഇത് 1500 രൂപ എങ്ങനെയുണ്ട് ഒരു ഫാമിലിക്ക്. 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങോട്ടുണ്ട് സമയം. അതുവരെ അതിനകത്ത് കിടന്ന് ചാടി മറിയാം. പിന്നെ അവിടെ നേരെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ വന്നു. അവനെ JCBയിലും കയറ്റി അവനെ കൊണ്ട് ഒരു റൗണ്ട് ഫുള്ള് കറങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചുങ്ങൾ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് സന്ധ്യയായി. പിന്നെ കൊച്ചുങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് കേൾപ്പിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് ഓൺ വോയിസ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ പിള്ളേരെ ഞങ്ങൾ അവിടെ നിന്ന് പോയി, പിള്ളേർ കളിക്കണ സ്ഥലത്ത് നിന്ന് പോയി വലിച്ചെടുത്ത് ഇഴച്ചുകൊണ്ടാണ് ഇവിടെ ഡാൻസ് കളിപ്പിക്കണത്. എന്തായാലും സ്റ്റേജിൽ കയറി ആദ്യമൊക്കെ ഇത്തിരി നാണമാണെങ്കിൽ പിന്നെ അങ്ങ് തുടങ്ങി കളിച്ച് ക്ഷീണിച്ച് തളർന്നും കുഴഞ്ഞാണ് വന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് പോകാൻ തൊട്ട് താഴെ തന്നെ മന്തി ഉണ്ട് കേട്ടോ. അത് ഇവരുടെ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇവർ ട്രിക്കാണെന്നാണ് തോന്നുന്നത്. ഇവർക്ക് മുകളിൽ പാർക്കും താഴെ മന്തിക്കടയും. കാരണം മുകളിൽ പാർക്കിൽ പോയി ക്ഷീണിച്ച് അവശയായിട്ട് വന്നിട്ട് നേരെ വന്ന് കയറി മന്തി കഴിക്കാമല്ലോ. ഭയങ്കര ബുദ്ധിയാണ് ഇതിൻ്റെ മുതലാളി ചെയ്ത് വെച്ചത്. എല്ലാവർക്കും മന്തിയും വാങ്ങിച്ച് ഞാൻ ഒരു സ്പെഷ്യൽ കാന്താരി ചിക്കനാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും തിന്ന് വയറ് നിറഞ്ഞത് റെസ്റ്റ് എടുക്കാനായിട്ട് വന്ന്. ഇതിലുള്ള എൻ്റെ ഒരു മോൾ വാഷ്റൂമിൽ പോയി കേട്ടോ. പിന്നെ അവളെ വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന്. ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.